ഹലോ, വെൽക്കം ബാക്ക് ടു വേദിക് വ്ലോഗ്സ്. പ്രിൻസ് ആൻഡ് ഫാമിലി. ചിരിയുടെ രാജകുമാരനായ ദിലീപ് ഏട്ടന്റെ ഒരു സിനിമ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് തിയേറ്ററിൽ റിലീസ് ആവുന്നത്. അപ്പോൾ കുറെ പേർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില യൂട്യൂബ് വീഡിയോസിൽ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ഇറങ്ങുന്നവരുടെ അഭിപ്രായം ഈ പടം സൂപ്പറാണെന്നും ദിലീപ് ഏട്ടന്റെ ഒരു കംബാക്ക് ആണെന്നുമൊക്കെയാണ്. പക്ഷേ ചില പ്രസിദ്ധമായ റിവ്യൂസ് പറയുന്നത് ഇതൊരു ആവറേജ് പടമാണെന്നാണ്. ചിലർ ഇത് മോശമായും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പടം എന്ന് നമുക്ക് കാണാം. ദിലീപ് ഏട്ടൻ അവിസ്മരണീയമാക്കിയ ചില കഥാപാത്രങ്ങളെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. ഒപ്പം ഇത് ദിലീപ് ഏട്ടൻ്റെ 150ാമത് ചിത്രം എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിൻസ് എന്ന ഒരു സാധാരണക്കാരൻ, അയാളുടെ അച്ഛൻ, അമ്മ, 2 സഹോദരന്മാർ, അവരുടെ ഫാമിലി ഇവയെല്ലാം അടങ്ങിയ ഒരു വലിയ കുടുംബത്തെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ട്രെയിലറിലൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കിയ പോലെ നായകൻ പ്രായമായിട്ടും കല്യാണം കഴിക്കാത്ത ഒരാളാണ്. കുടുംബ പ്രാരാബ്ധങ്ങളെല്ലാം ഒറ്റയ്ക്ക് വഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ചിത്രത്തിൽ പ്രിൻസിൻ്റെ വിവാഹം നടക്കാൻ വൈകുന്നതായി കാണിക്കുന്നത്. ഒപ്പം തൻ്റെ വധുവിനെ കുറിച്ചുള്ള അസാധാരണമായ സങ്കല്പങ്ങളും അയാൾക്കുണ്ട്. എന്നാൽ രസകരമായ കാര്യം, പ്രിൻസിൻ്റെ ജോലി പോലുമില്ലാത്ത 2 അനിയന്മാരായ ഷിൻസും ജിൻസും കല്യാണം കഴിച്ച് കുട്ടികളോടൊപ്പം സുഖസുന്ദരമായി ജീവിക്കുന്നവരാണ്. ഇങ്ങനെ പ്രിൻസിൻ്റെ കുടുംബവും ജോലി പശ്ചാത്തലവും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് നർമ്മത്തിൽ പൊതിഞ്ഞ ചില സീനുകളിലൂടെയാണ് ഒന്നാം പകുതി കടന്നു പോകുന്നത്. ചില കോമഡികളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പഴയ ദിലീപ് ഏട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയോ എന്ന് തോന്നിപ്പിക്കുന്നതാണ്. എന്നാൽ ചില കോമഡികൾ അത്ര പോരാ എന്നാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ കോമഡിയും പ്രാരാബ്ധവുമായി പോകുന്ന പ്രിൻസിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഒരു പെൺകുട്ടി കടന്നു വരുന്നു. പിന്നീടുണ്ടാവുന്ന ചില സംഭവങ്ങളൊക്കെയാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയും ഒരു ലോകം. അവിടെ വ്യൂസിനും ലൈക്സിനും കമൻറ്റിനും വേണ്ടി നടക്കുന്ന കാര്യങ്ങളും മത്സരങ്ങളുമൊക്കെയായി പുതുമയുള്ള ഒരു പ്രമേയമാണ് ചിത്രം പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ചില ഫാമിലി മൊമെൻറ്റ്സും കൂട്ടിച്ചേർത്തലുമുണ്ട്. ഈ ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചില കോമഡി രംഗങ്ങളും കഥാസന്ദർഭങ്ങളുമെല്ലാം ഒട്ടും ലോജിക് ഇല്ലാത്തതാണ്. ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ടോ, അതോ കോമഡിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ ഇത് എന്നൊക്കെ ചില സീനുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും. എന്നാൽ ലോജിക്ക് ഒട്ടും നോക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ദിലീപ് ഏട്ടൻ്റെ കോമഡി ടൈമിങ്ങും സ്ലാപ്സ്റ്റിക് കോമഡികളുമൊക്കെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ കോമഡികളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. പെർഫോമൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഴയ ദിലീപ് ഏട്ടൻ്റെ പ്രതിഭയുടെ ചില മിന്നലാട്ടങ്ങൾ ഇതിൽ കാണാം. എന്നാൽ ഒരു പഞ്ചാബി ഹൗസോ കല്യാണരാമനോ ഈ പറക്കും തളികയോ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടില്ല. നായികയായി വന്നത് റാണിയ റാണ എന്ന പുതുമുഖമാണ്. ചില സീനുകളിൽ വളരെ നല്ല പ്രകടനമായിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ കുറച്ചു നേരമേ ചിത്രത്തിലുള്ളൂ. കഥയുടെ തുടക്കത്തിൽ കാണിച്ചതിനു ശേഷം കാനഡയിലേക്ക് പറഞ്ഞുവിട്ടു. പ്രിൻസിൻ്റെ അച്ഛനും അമ്മയുമായി വന്ന സിദ്ദിഖും ബിന്ദു പണിക്കരും തങ്ങളുടെ റോളുകൾ നല്ല ഭംഗിയായി പെർഫോം ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു അഭിനയം മഞ്ജു പിള്ളയുടേതാണ്. ദിലീപിൻ്റെ സന്തത സഹചാരിയായി വന്ന ജോണി ആൻ്റണിയുടെ കെ എന്ന കഥാപാത്രം ചിലപ്പോഴെല്ലാം നന്നായി ചിരിപ്പിക്കുകയും ചിലപ്പോഴെല്ലാം നന്നായി വെറുപ്പിക്കുകയും ചെയ്തു. ഷാരിസ് മുഹമ്മദാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത്. രണദിവയുടെ ഛായാഗ്രഹണവും സനൽ ദേവിൻ്റെ സംഗീതവും നന്നായിരുന്നു. പണ്ടത്തെ എല്ലാ ദിലീപ് സിനിമകളിലും ഉദിത് നാരായണൻ്റെ ഒരു പാട്ട് ഉണ്ടായിരുന്നു. മുന്തിരി പാടം പൂത്തു നിക്കനെ മുറ്റത്ത് കൊണ്ടുപോകാം എന്നൊക്കെ പോലെ ഇതിലും ഒരു ഉദിത് നാരായണൻ ഗാനം ഉണ്ടായിരുന്നു. ബിൻഡോ സ്റ്റീഫൻ്റെ സംവിധാനം ഓക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ലോജിക്കൊക്കെ മാറ്റിവെച്ച് കുറച്ച് ക്രിഞ്ചൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന
ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ചിത്രം ഇഷ്ടപ്പെട്ടേക്കാം. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കണ്ടതിനു ശേഷം അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. This is Vedic Nimal signing off. Bye.